അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, മനുഷ്യരായ നാമെല്ലാവരും ഒരുപാട് ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളുമൊക്കെ മനസ്സിൽ കൊണ്ടു നടക്കുന്നവരാണ്. അതായത് അത് നടന്നു കിട്ടാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ അതൊക്കെയും ഒന്ന് സഫലമായി കിട്ടാൻ വേണ്ടി നമ്മൾ നേർച്ച ചെയ്യുന്നവരാണ്, ദുആ ചെയ്യുന്നവരാണ്, മറ്റു പല മാർഗങ്ങളും സ്വീകരിക്കുന്നവരാണ്. എന്നാൽ പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദരിമാരെ, സഹോദരന്മാരെ, ഞാൻ ഇന്ന് നിങ്ങൾക്കൊരു ചെറിയ ദിക്റാണ് പറഞ്ഞു തരുന്നത്. വലിയ മഹത്വമുള്ള ഒരു ദിക്റാണ്. ഈ ദിക്ർ ചൊല്ലാൻ നിങ്ങൾ ഒരു 5 സെക്കൻഡ് നിങ്ങൾ സമയം ചിലവഴിക്കുകയാണെങ്കിൽ, വെറും 5 സെക്കൻഡ് മതി. നമ്മൾ ഈ പരിശുദ്ധമായ ഷഅബാൻ മാസത്തിൽ നിങ്ങൾ ഇത് ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നിങ്ങളുടെ എന്താവശ്യവും നിങ്ങൾക്ക് എളുപ്പത്തിൽ നിറവേറ്റിത്തരും. ഈ മഹത്വമേറിയ ദിക്ർ എനിക്ക് എൻ്റെ ഉസ്താദ് പറഞ്ഞു തന്ന ഒരു ദിക്റാണ്. ഇത് അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് പറയുന്നത്. കാരണം ഇത് ഒരുപാട് ആളുകൾക്ക് അതിൻ്റെ ശേഷം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഈ ദിക്ർ ചൊല്ലാൻ വേണ്ടിയിട്ട്, അവരുടെ ഉദ്ദേശം നിറവേറി കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എത്ര ആളുകൾ ഇത് അവരുടെ ജീവിതത്തിൽ ചൊല്ലിയിട്ട് അവരുടെ പല ഉദ്ദേശങ്ങളും നിറവേറി കിട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നോട്. അപ്പോൾ ഒരുപാട് അനുഭവമുള്ള ഒരു കാര്യമാണിത്. എന്നാൽ ഒരുപാട് മഹാന്മാരായ പണ്ഡിതന്മാർ ഈ ദിക്റിനെക്കുറിച്ച് പല സ്ഥലങ്ങളിലായി പറഞ്ഞിട്ടുണ്ട്. ഈ ദിക്ർ ചൊല്ലിയാൽ ഉടൻ ഫലം കിട്ടും, നമ്മുടെ എന്ത് നല്ല ഹലാലായ മുറാദുകളും നമുക്ക് പെട്ടെന്ന് നിറവേറി കിട്ടാൻ ഈ ദിക്ർ ചൊല്ലിയാൽ മതിയെന്ന്. അത്രക്കും വലിയ മഹത്വമുള്ള ഒരു ചെറിയ ഒരു ദിക്റാണ്. സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് ചൊല്ലിത്തീർക്കാൻ പറ്റുന്ന ഒരു ദിക്റാണ്. അധിക സമയമൊന്നും ആരും ചിലവഴിച്ച് സമയം പോയല്ലോ എന്ന് ഓർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല. അത്രയും ചെറിയൊരു ദിക്റാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതിനു മുമ്പായിട്ട് നാം എല്ലാവരും ഇന്ന് നിലകൊള്ളുന്നത് പരിശുദ്ധമായ ഷഅബാൻ മാസത്തിലാണ്. പരിശുദ്ധമായ ഷഅബാൻ മാസം അല്ലാഹു സുബ്ഹാനഹു തആല നമ്മിലേക്ക് നൽകിയത് നമ്മുടെ ഹൃദയം ശുദ്ധിയാക്കാനാണ്. അതായത് നാം എല്ലാവരും എത്ര പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്, അറിഞ്ഞുകൊണ്ടും അറിയാതെയും. കാരണം നമുക്കറിയാം, നമ്മൾ ഇന്ന് പുറത്തിറങ്ങിയാൽ പോലും നമ്മൾ ഹറാമാണ് കാണുന്നത്. ടൗണിലൊക്കെ പോയാൽ, ടൗൺ എന്തിനു പറയുന്നു, നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലെ അങ്ങാടികളിൽ പോയാലും നമ്മൾ ഹറാമാണ് അറിയാതെ കാണാൻ ഇടയാകുന്നത്. അപ്പോൾ പല ആളുകളും അവരുടെ നിയന്ത്രണം വിട്ട് ചിലപ്പോൾ ഈ ഹറാമിലേക്ക് നോക്കിപ്പോകും. അങ്ങനെ നമ്മൾ അറിയാതെയും അറിഞ്ഞുകൊണ്ടും നമ്മൾ എത്രയോ തെറ്റുകൾ നമ്മൾ ചെയ്തു കൂട്ടിയിട്ടുണ്ടാകും. നമുക്കതൊന്നും ഓർമ്മയുണ്ടാകില്ല. എന്നാൽ അതൊക്കെയും അല്ലാഹു സുബ്ഹാനഹു തആല അവിടെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്തു പോയ പാപങ്ങളൊക്കെ നമുക്ക് പുറത്തു കിട്ടണം. അതൊക്കെ പുറത്തു കിട്ടാൻ വേണ്ടി നമ്മൾ ദുആ ചെയ്യുന്നവരാണ്. എന്നാൽ ഈ പരിശുദ്ധമായ ഷഅബാൻ മാസത്തിൽ നമ്മൾ ഒരു ഇസ്തിഗ്ഫാറുണ്ട്. അത് നമ്മൾ ചൊല്ലിയാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മൾ ചെയ്ത എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു തരും. അതിലൂടെ നമ്മൾ ശുദ്ധിയാകും. നമ്മുടെ പാപങ്ങളെല്ലാം പുറത്ത് നമ്മുടെ ഹൃദയം ശുദ്ധിയാകും. അപ്പോൾ ആ ഒരു ഇസ്തിഗ്ഫാറും ഞാൻ ഈ ക്ലാസ്സിൽ പറഞ്ഞു തരുന്നുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാർ ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നത്, ഈ ഇസ്തിഗ്ഫാർ 7 പ്രാവശ്യം ആരെങ്കിലും ഒരാൾ ചൊല്ലിയാൽ അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ തിന്മകളെ കരിച്ചു കളയാൻ വേണ്ടിയിട്ട് മലക്കുകളെ ഏൽപ്പിക്കുമെന്നാണ്. അതുകൊണ്ട് തന്നെ നാളെ പാരിത്രിക ലോകത്ത് ചെല്ലുമ്പോൾ നമുക്കൊരു തിന്മയും ഉണ്ടാകില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല അവർക്ക് വലിയ വിജയമാണ് അവിടെ കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഇസ്തിഗ്ഫാറിനെ കുറിച്ച് അറിയാനും അത് നമുക്ക് ജീവിതത്തിൽ ചൊല്ലാനും അതുകൊണ്ട് നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും വലിയ വിജയം അല്ലാഹു നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ മഹിളായ ഫളല് കൊണ്ടും ഈ പരിശുദ്ധമായ ഷഅബാൻ മാസത്തിൻ്റെ ബറക്കത്ത് കൊണ്ടും ഇനി നമ്മിലേക്ക് കയറി വരുന്ന പരിശുദ്ധമായ റമളാൻ മാസത്തിൻ്റെ ബറക്കത്ത് കൊണ്ടും നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്ത് മാപ്പാക്കി തരട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും പ്രതിസന്ധികളും വേദനകളും അല്ലാഹു നമ്മിൽ നിന്നും എടുത്തു കളഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സന്തോഷവും സമാധാനവും നൽകട്ടെ. അല്ലാഹു ഇഷ്ടപ്പെട്ട സജ്ജനങ്ങളിൽ നമ്മെയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും അല്ലാഹു ചേർക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ പരിശുദ്ധമായ ഷഅബാൻ മാസത്തിൽ നിന്ന് നമ്മളിൽ പലരും നോമ്പുകാരാണ്. അതുപോലെ ഈ മാസത്തിൽ നമുക്കറിയാം ധാരാളം നമ്മൾ സ്വലാത്തിനെ അധികരിപ്പിക്കേണ്ടവരാണ്.
സ്വലാത്ത് അധികരിപ്പിക്കാനും അധികരിപ്പിക്കുന്നവർക്ക് അത് മുടങ്ങാതെ കൊണ്ടുപോകാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ശാബാൻ മാസവും അതുപോലെ റമദാൻ മാസവും നമുക്ക് ഉപകാരപ്പെടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കൽബ് ശുദ്ധീകരിക്കണം. അല്ലാതെ ഈ ദിവസങ്ങളും മാസങ്ങളും അങ്ങനെ കടന്നു പോവുക എന്നല്ലാതെ നമുക്ക് അതുകൊണ്ടൊരു ഉപകാരവും ഉണ്ടാകില്ല. അതുകൊണ്ട് ഈ ശാബാൻ മാസത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കൽബ് ശുദ്ധീകരിച്ച് വെക്കണം. കൽബ് ശുദ്ധീകരിക്കാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒന്നുമല്ല, ഇസ്തിഗ്ഫാറിനെ ധാരാളം അധികരിപ്പിക്കുക. എന്നിട്ട് നമ്മുടെ പാപം പുറത്തു തരണേ അല്ലാ എന്ന് പറഞ്ഞ് അള്ളാഹുവിനോട് കണ്ണീരോടുകൂടി നമ്മൾ ദുആ ചെയ്യുക. മഹാന്മാരായ ഉലമാക്കൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്, ഈ പരിശുദ്ധമായ ശഅബാൻ മാസത്തിൽ അസർ നിസ്കാര ശേഷം ഒരു വട്ടം ഒരു ഇസ്തിഗ്ഫാർ ചൊല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ഒരു വട്ടം ചൊല്ലിയാൽ മതി. എന്നാൽ അത് നമ്മൾ ഈ മാസം തീരുന്നത് വരെ നമ്മൾ മുടങ്ങാതെ ചൊല്ലണം. അത് അസർ നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം നിങ്ങൾ ചൊല്ലുക. ഇനി സഹോദരിമാർക്ക് അശുദ്ധിയുള്ളതാണെങ്കിൽ നിങ്ങൾ കരുതുന്നുണ്ടാകും, നമുക്ക് അസർ നിസ്കരിക്കാൻ പറ്റുന്നില്ലല്ലോ, അതുകൊണ്ട് ഇനിയിപ്പോൾ ഇത് ചൊല്ലണ്ട എന്നൊന്നും കരുതി നിങ്ങൾ ചൊല്ലാതിരിക്കണ്ട. നിങ്ങൾ അസർ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു ഇസ്തിഗ്ഫാർ നിങ്ങൾ ചൊല്ലുക. അങ്ങനെ ഈ മാസം തീരുന്നത് വരെ നിങ്ങൾ ചൊല്ലിയാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു തരാൻ അത് കാരണമാകും. നിങ്ങളുടെ കൽബ് ശുദ്ധിയാകും. കാരണം മഹാന്മാരായ ഉലമാക്കൾ പറയുന്നുണ്ട്, ഈ പരിശുദ്ധമായ ശഅബാൻ മാസത്തിൽ ഈ ഇസ്തിഗ്ഫാറിനെ ചൊല്ലുന്നവർക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയും, അവരുടെ എല്ലാ തിന്മകളും നീ കരിച്ചു കളയണമെന്ന്. വെട്ടിക്കളയണം എന്നല്ല പറയുന്നത്, കരിച്ചു കളയണമെന്ന്. ഒരു തിന്മയും അവർക്ക് ഉണ്ടാകാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയും. മലക്കുകളെ ഏൽപ്പിക്കും അതിനെ. അപ്പോൾ നമ്മുടെ പാപം പൊറുക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ കൽബ് ശുദ്ധിയാകാൻ വേണ്ടി നമ്മൾ ചൊല്ലേണ്ട ആ ഇസ്തിഗ്ഫാർ ഇതാണ്: അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി തൗബത അബ്ദിൻ വാലിമിൻ ലിനഫ്സിഹി ലാ യംലികു ലിനഫ്സിഹി മൗതൻ വലാ ഹയാതൻ വലാ നുശൂറാ. ഈ ഒരു ഇസ്തിഗ്ഫാറാണ് നിങ്ങൾ ഒരു പ്രാവശ്യം ഈ ശഅബാൻ മാസത്തിൽ അസർ നിസ്കാരത്തിന് ശേഷം നിങ്ങൾ ചൊല്ലേണ്ടത്. ശഅബാൻ മാസം 30 വരെ ചൊല്ലുക. ഇനി ഈ ഇസ്തിഗ്ഫാറിൽ എന്താണ് പറയുന്നത്, ഇതിൻ്റെ അർത്ഥം ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, സർവശക്തനായ അള്ളാഹുവിനോട് ഞാൻ ക്ഷമാപണം ചോദിക്കുകയാണ്, പാപം പൊറുക്കാൻ പറയുകയാണ്. അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, എങ്ങനെയുള്ള അള്ളാഹുവിനോടാണ് നമ്മൾ ചോദിക്കുന്നത്? എന്നെന്നും നിലനിൽക്കുന്നവനും എന്നെന്നും ജീവിച്ചിരിക്കുന്നവനുമായ അള്ളാഹുവല്ലാതെ മറ്റൊരു ഇലാഹുമില്ല. അങ്ങനെയുള്ള അള്ളാഹുവിനോടാണ് പറയുന്നത്. വഅതൂബു ഇലൈഹി, അവനിലേക്ക് ഞാൻ തൗബ ചെയ്യുകയാണ്, ഖേദിച്ച് മടങ്ങുകയാണ്. തെറ്റുകൾ ചെയ്തുപോയി അവനോട് എല്ലാം തുറന്നു പറയുകയാണ്. തൗബത അബ്ദി വാലിമിൻ ലിനഫ്സിഹി, സ്വന്തം നഫ്സിനോട് ചെയ്തു പോയ തെറ്റിന് ഒരു അടിമ നിന്നോട് തൗബ ചെയ്യുകയാണ്, പാപമോചനം തേടുകയാണ്. ലാ യംലികു ലിനഫ്സിഹി മൗതൻ വലാ ഹയാതൻ വലാ നുശൂറാ, സ്വന്തം നഫ്സിൻ്റെ കാര്യത്തിൽ മരണത്തിനോ ജീവിക്കുന്നതിനോ പുനർജന്മത്തിനോ ഒന്നിനും അധികാരമോ കഴിവോ ഇല്ലാത്ത, സ്വന്തം നഫ്സിനോട് പോലും അക്രമം കാണിച്ച ഒരു സാധുവായ നിൻ്റെ അടിമ അള്ളാഹുവേ നിന്നോട് തൗബ ചോദിക്കുകയാണ്, പാപമോചനം ചോദിക്കുകയാണ്. അള്ളാഹുവേ നീ പുറത്തു തരണേ. അതായത് നമുക്കൊക്കെ ഒരു തോന്നൽ മാത്രമേ ഉള്ളൂ, നമുക്കൊന്നിനും കഴിയില്ല. എല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനം പോലെ, അള്ളാഹു കൽപ്പിക്കുന്നത് പോലെയാണ് നടക്കുക. നാം ഈ ഭൂമിയിൽ ജനിച്ചതും ഈ ഭൂമിയിൽ എല്ലാം തികഞ്ഞവനാണ് എന്നൊരു തോന്നലോടുകൂടി ഒരു 6 അടി പൊക്കവും അത്യാവശ്യം വെയിറ്റും സൗന്ദര്യവുമൊക്കെ ആയി നമ്മൾ ഇവിടെ വലിയ അഹങ്കാരത്തോടു കൂടി നടക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ നമ്മൾ മരിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ പുനർജനിക്കുന്നുണ്ടെങ്കിൽ ഒന്നും നമ്മുടെ കൈവല്ല.
എല്ലാം അള്ളാഹുവിൻ്റെ കഴിവാണ്. അള്ളാഹു കൽപ്പിക്കുന്നത് പോലെ, അള്ളാഹു തീരുമാനിക്കുന്നത് പോലെയാണ് എല്ലാ കാര്യങ്ങളും നമ്മുടേത് നടക്കുക. ആ അള്ളാഹുവിനോടാണ് നമ്മൾ നമ്മുടെ സ്വന്തം നഫ്സിനോട് പോലും, സ്വന്തം ശരീരത്തോട് പോലും അക്രമം കാണിച്ച അടിമയാണ് അള്ളാഹുവേ എന്ന് പറഞ്ഞ് നമ്മൾ താഴ്മയോടുകൂടി അള്ളാഹുവിനോട് പുറത്തു തരാൻ വേണ്ടി, പാപമോചനത്തിന് വേണ്ടി നമ്മൾ തൗബ ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഇസ്തിഗ്ഫാർ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഷാബാൻ മാസത്തിൽ അസ്ർ നിസ്കാരത്തിന് ശേഷം ഒരു പ്രാവശ്യം ചൊല്ലുക. അത് നിങ്ങൾ ഈ ഷാബാൻ മാസം തീരുന്നത് വരെ മറക്കാതെ ചൊല്ലുക. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു തരട്ടെ. ഈ ഇസ്തിഗ്ഫാറിൻ്റെ ബറക്കത്ത് കൊണ്ട് ഇനി ജീവിതത്തിൽ തിന്മകൾ ചെയ്യാനുള്ളൊരു അവസരം അള്ളാഹുവേ നീ നൽകല്ല റബ്ബേ. അള്ളാഹുവേ, ഞങ്ങളെല്ലാവരെയും ഈമാനോടുകൂടി ജീവിക്കാനും ഈമാനോടുകൂടി മരിക്കാനുമുള്ളൊരു തൗഫീഖ് നീ നൽകണേ അല്ലാ. ആമീൻ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇനി ഞാൻ നിങ്ങൾക്കൊരു ദിക്ർ പറഞ്ഞു തരാം. ഈ ദിക്ർ എൻ്റെ ഉസ്താദ് എനിക്ക് പഠിക്കുന്ന കാലത്ത് പറഞ്ഞു തന്നതാണ്. അത് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു തന്നത്. എനിക്ക് എന്നല്ല, ആ ക്ലാസ്സിലുള്ള എല്ലാവർക്കും കൂടി പറഞ്ഞു കൊടുത്തതായിരുന്നു. അങ്ങനെ ആ ദിക്ർ ഞാൻ മുറുകെ പിടിക്കുകയും അത് ഞാൻ പിന്നീട് ജീവിതത്തിൽ എൻ്റെ പല ഉദ്ദേശങ്ങളും എനിക്ക് നിറവേറി കിട്ടാതെ വരുന്ന സമയത്തൊക്കെ ഉസ്താദ് പറഞ്ഞു തന്ന രീതിയിൽ ഞാൻ ചൊല്ലാറുണ്ട്. അത് ചൊല്ലിയത് കൊണ്ട് എനിക്ക് ആ ഉദ്ദേശങ്ങളൊക്കെ അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല എളുപ്പത്തിൽ നടത്തി തന്നിട്ടുമുണ്ട്. മാത്രമല്ല ഈ ദിക്ർ ഞാൻ ഒരുപാട് ആളുകൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പലരും അവരുടെ ഉദ്ദേശങ്ങൾ സാധിച്ചു കിട്ടാൻ വേണ്ടി ദുആക്ക് വസിയത്ത് ചെയ്യാറുണ്ട്. ആ സമയത്ത് ഞാൻ അവരോട് പറയും, നിങ്ങൾ ഈ ദിക്ർ ഈ രീതിയിൽ ചൊല്ലിക്കോളൂ എന്ന്. അങ്ങനെ പല ആളുകളും പറയാറുണ്ട് ആ ദിക്ർ ചൊല്ലിയിട്ട് ഫലം കിട്ടി എന്ന്. അപ്പോൾ അത്രക്കും വലിയ മഹത്വമുള്ള, വലിയ ശ്രേഷ്ഠതയുള്ള ഒരു ദിക്റാണ് ഇനി പറയുന്നത്. ഈ ഒരു ദിക്ർ ചൊല്ലി ആരെങ്കിലും ഒരാൾ ദുആ ചെയ്താൽ ഇൻഷാ അല്ലാഹ് അവൻ്റെ ഐഹികവും പാരിത്രികവുമായ എല്ലാ ഉദ്ദേശങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല അവന് നിറവേറ്റി കൊടുക്കും. നമ്മൾ ചൊല്ലേണ്ട ആ ദിക്ർ ഇതാണ്: യാ അർഹമർ റാഹിമീൻ, യാ അർഹമർ റാഹിമീൻ, യാ അർഹമർ റാഹിമീൻ. ഈ ഒരു ദിക്ർ നമുക്കെല്ലാവർക്കും അറിയാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട അള്ളാഹുവിൻ്റെ നാമമാണ് യാ അർഹമർ റാഹിമീൻ, യാ അർഹമർ റാഹിമീൻ. മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഹാക്കിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ആരെങ്കിലും ഒരാൾ യാ അർഹമർ റാഹിമീൻ, യാ അർഹമർ റാഹിമീൻ, യാ അർഹമർ റാഹിമീൻ എന്നിങ്ങനെ 3 പ്രാവശ്യം ചൊല്ലിയാൽ അല്ലാഹു സുബ്ഹാനഹു തആല അവനിലേക്ക് തിരിയും. അതായത് അവൻ എന്താണോ ചോദിക്കുന്നത്, എന്ത് തന്നെ നല്ല ഹലാലായ അവൻ്റെ ഉദ്ദേശങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആലയോട് അവൻ ആ സമയത്ത് ചോദിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു തആല അത് നിറവേറ്റിത്തരും. യാ അർഹമർ റാഹിമീൻ എന്ന് 3 പ്രാവശ്യം ചൊല്ലാൻ നമുക്ക് സെക്കൻഡുകൾ മാത്രമേ സമയം വരികയുള്ളൂ. എന്നാൽ ഇത് നമ്മൾ 3 പ്രാവശ്യം ചൊല്ലുന്നത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല ആ സമയത്ത് നമ്മെ ശ്രദ്ധിക്കും. നമ്മൾ എന്താണോ ആ സമയത്ത് ചോദിക്കുന്നത് അത് അല്ലാഹു സുബ്ഹാനഹു തആല എളുപ്പത്തിൽ അത് നിറവേറ്റി കൊടുക്കും. യാ അർഹമർ റാഹിമീൻ എന്ന് ചൊല്ലുന്നത് അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ 3 പ്രാവശ്യം ചൊല്ലുക. എന്നിട്ട് നമ്മുടെ എന്ത് ഉദ്ദേശമാണോ നമുക്ക് നടന്നു കിട്ടേണ്ടത് അത് അള്ളാഹുവിനോട് നല്ല ആത്മാർത്ഥതയോടെ, നല്ല വിശ്വാസത്തോടു കൂടി നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഈ ഷാബാൻ മാസത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു തആല ഇൻഷാ അല്ലാഹ് അത് നിങ്ങൾക്ക് നടത്തി തരുക തന്നെ ചെയ്യും. അത്രക്കും വലിയ പവറുള്ള, മഹത്വമുള്ള ഒരു ദിക്റാണ് ഇത്. നമുക്കറിയാം, എത്ര തിരക്കുള്ള ആളാണെങ്കിലും ഈ ഒരു ദിക്ർ 3 പ്രാവശ്യം ചൊല്ലാൻ ആർക്കും സമയമുണ്ടാകും. എന്നാൽ ഈ ദിക്ർ ധാരാളം ചൊല്ലുന്നത് കൊണ്ട് നമുക്ക് വലിയ മഹത്വവും ശ്രേഷ്ഠതയും ലഭിക്കുന്നുണ്ട്. യാനത്തു ത്വാലിബീൻ എന്ന കിതാബിൽ കാണാം, ആരെങ്കിലും ഒരാൾ അർദ്ധരാത്രിയിൽ യാ അർഹമർ റാഹിമീൻ, യാ അർഹമർ റാഹിമീൻ, യാ അർഹമർ റാഹിമീൻ എന്നിങ്ങനെ 1000 പ്രാവശ്യം ചൊല്ലി ദുആ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും അല്ലാഹു എളുപ്പത്തിൽ സാധിപ്പിച്ചു കൊടുക്കും. അവൻ ചോദിക്കുന്നത് അല്ലാഹു നൽകും. അപ്പോൾ
3 പ്രാവശ്യം ചൊല്ലി ചോദിച്ചാലും അള്ളാഹു ഉത്തരം നൽകും. 1000 പ്രാവശ്യം ചൊല്ലിയാൽ അതിനേക്കാൾ ശ്രേഷ്ഠതയാണ്, മഹത്വമാണ്. സമയമുള്ളവർ 1000 പ്രാവശ്യം ചൊല്ലുക. കാരണം അതുകൊണ്ട് നമുക്ക് ദുനിയാവിൽ നിന്ന് മാത്രമല്ല ആഖിറത്തിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ പ്രതിഫലമാണ് നൽകുക. യാ അർഹമർ റാഹിമീൻ, യാ അർഹമർ റാഹിമീൻ, യാ അർഹമർ റാഹിമീൻ. അങ്ങനെ ചൊല്ലിക്കോളൂ. ധാരാളം ചൊല്ലുന്നതാണ് ഏറ്റവും നല്ലത്. നിങ്ങളുടെ ആവശ്യം നിറവേറാൻ വെറും 3 പ്രാവശ്യം ഇത് നല്ല ആത്മാർത്ഥതയോടുകൂടിയും നല്ല വിശ്വാസത്തോടുകൂടിയും നിങ്ങൾ ഇത് ചൊല്ലിയാൽ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ എത്ര വലിയ ഉദ്ദേശമാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നിങ്ങൾക്ക് ഖൈറാണെങ്കിൽ നടത്തി തരുന്നതാണ്. അതുകൊണ്ട് സുബഹിക്ക് മുമ്പ് എണീറ്റ് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചതിന് ശേഷം നിങ്ങൾ 1000 പ്രാവശ്യം യാ അർഹമർ റാഹിമീൻ, യാ അർഹമർ റാഹിമീൻ എന്ന് ചൊല്ലിക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഉദ്ദേശം മുൻനിർത്തി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഈ തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ ശേഷം സുബഹിക്കാണിത് ചൊല്ലാൻ ഏറ്റവും നല്ലത്. അതിന് നമുക്ക് പെട്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫലം നൽകും. ഇനി നിങ്ങൾക്ക് 1000 പ്രാവശ്യം ചൊല്ലാൻ സമയമില്ലെങ്കിൽ, ചൊല്ലാൻ അധിക സമയമൊന്നും വേണ്ടിവരില്ല, പെട്ടെന്ന് നമുക്ക് 1000 പ്രാവശ്യം ചൊല്ലി തീർക്കാവുന്നതേ ഉള്ളൂ. ഇനി അഥവാ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ നിങ്ങൾ വെറും 3 പ്രാവശ്യമെങ്കിലും ഈ യാ അർഹമർ റാഹിമീൻ എന്ന ഈ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ നാമങ്ങൾ ചൊല്ലി സുബഹിക്കോ അല്ലാത്ത സമയങ്ങളിലും ചൊല്ലാം. എന്നാൽ ഏറ്റവും ഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നത് സുബഹിക്ക് നമ്മൾ തഹജ്ജുദ് നിസ്കരിച്ചതിന് ശേഷം ഇത് ചൊല്ലുന്നതാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് അള്ളാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യുക. ഇത് നിങ്ങൾ തുടരെ ഒരു 7 ദിവസം ചെയ്യുക. 7 ദിവസം ചെയ്യുമ്പോൾ തന്നെ അതിന് നിങ്ങൾക്ക് ഫലം കിട്ടിയിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിക്റിനെ നമുക്ക് അറിയാൻ തൗഫീഖ് നൽകിയതുപോലെ ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ ദിക്റിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി തരട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകട്ടെ. രോഗങ്ങളെ കൊണ്ടും കടങ്ങളെ കൊണ്ടും മറ്റു പല പ്രതിസന്ധികളെ തൊട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നാം എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ പരിശുദ്ധമായ ശഅബാൻ മാസത്തിലെ എല്ലാ പോരിശകളും ഖൈറാത്തുകളും നമുക്കെല്ലാവർക്കും അല്ലാഹു നൽകുമാറാകട്ടെ. ജീവിക്കുന്ന കാലത്തോളം നല്ല ആരോഗ്യത്തോടുകൂടിയും നല്ല ഇസ്സത്തോടുകൂടിയും ഈമാനോടുകൂടി ജീവിക്കാനും ആരുടെയും മുന്നിൽ കൈനീട്ടാതെ നല്ല അന്തസ്സോടുകൂടി ജീവിച്ച് മുഅ്മിനായി മരിച്ച് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കൂടാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം.